അല്ല സുഹൃത്തുക്കളെ, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറും ആക്ഷൻ ഹീറോ വിൻസെൻറ്റും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളെക്കുറിച്ച്. ഇതിനു മുൻപ് ഞാൻ നസീർ രവികുമാർ ഒരുമിച്ച് അഭിനയിച്ച് പറഞ്ഞിട്ടുണ്ട്, നസീർ സുധീർ അഭിനയിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരുവിധ നടന്മാരിലും പറഞ്ഞിട്ടുണ്ട്. ഇനി നസീർ വിൻസെൻ്റ് അഭിനയിച്ചതിനെ കുറിച്ച് പറയും. വിൻസെൻറ്റിൻ്റെ ആദ്യത്തെ പടം തന്നെ നസീർ സാറിൻ്റെ കൂടെ, റെസ്റ്റ് ഹൗസ്, ശശികുമാറിന്. നല്ല പാട്ടിലെ പടം നസീർ സാറിൻ്റെ. പൗർണമി ചന്ദ്രിക തൊട്ടു വിടർന്നു പത്മരാഗം പുഞ്ചിരിച്ചു, അതൊന്ന്. പിന്നെ വേറെ പാട്ട്, പാടാത്ത വീണയും പാടും. പിന്നെ മുത്തിലും മുത്തായ മണിമുത്തു കിട്ടി മുത്തം തരാനൊരു, എന്നിട്ട് നല്ല പാട്ടാണ്. പിന്നെ പട്ടാഭിഷേകം, നസീർ സാറും വിൻസെൻ്റ് ഒരുമിച്ച് അഭിനയിച്ച പാടാണ്. പിന്നെ എറണാകുളം ജംഗ്ഷൻ, അതും നസീർ സാറും വിൻസെൻ്റും അഭിനയിച്ച പാടാണ്. രണ്ടും സി.ഐ.ഡി പാടാണ്. പിന്നെ ടാക്സിക്കാർ, നസീർ വിൻസെൻ്റ്, അതും പിന്നെ സി.ഐ.ഡി പടമാണ്, വിൻസെൻ്റ് വില്ലനാണ്. പഞ്ചവടി, അതും സി.ഐ.ഡി പടം തന്നെ, നസീർ സാറിനോട് വിൻസെൻ്റും ഉണ്ട്. വിൻസെൻറ്റിന് നല്ലൊരു പാട്ടുണ്ട്, ജയേന്ദ്രൻ ചേട്ടൻ്റെ. നക്ഷത്രമണ്ഡല നട തുറന്നു നന്ദനവാടികൾ മലർ ചൊരിഞ്ഞു, ചന്ദ്രോത്സവത്തിലെ സന്ധ്യാദീപ്തിയിൽ സുന്ദരി എന്നെ തേടി വന്നു, എൻ്റെ സങ്കല്പമോഹിനി വിരുന്നു വന്നു. നക്ഷത്രമണ്ഡല നട തുറന്നു, നല്ല പാട്ടാണ്, ജയേന്ദ്രൻ ചേട്ടൻ. പിന്നെ നസീർ സാറിനോട് ദാസേട്ടൻ കുറേ പാട്ട് പാടുന്നുണ്ടായിരുന്നു. തിരമാലകളുടെ ഗാനം തീരത്തിനത് ജീവരാഗം, നല്ല പാട്ട്. പിന്നെ ഒന്ന് നല്ല കുറേ പാട്ടുണ്ടായിരുന്നു. ഒന്ന് ബൈക്കിൽ പൂവണി പൊന്നും ചിങ്ങം വീരുന്നു വന്നു പൂമകളേ, നല്ല പാട്ടൊന്ന്. പിന്നെ ഗാന്ധർവത്തിൽ നസീർ സാറിനോട് വിൻസെൻ്റ്, സുജാതയാ നായിക. 3 പൂക്കളിലുണ്ട് നസീർ സാറിൻ്റെ കൂടെ വിൻസെൻ്റ്. ടൂറിസ്റ്റ് ബംഗ്ലാവിൽ നസീർ സാറിൻ്റെ കൂടെ, അതും സി.ഐ.ഡി പടം, വിൻസെൻ്റാണ് കൊള്ളത്തലവൻ. പിന്നെ അഴകുള്ള സെലീന, അതിൽ വിൻസെൻ്റ് നായകൻ, നസീർ സാറ് പ്രതിനായകനായിട്ട് അഭിനയിച്ച പടം. കെ സേതുമാധവൻ്റെ പടം. അതിൽ ആദ്യം നസീർ സാറിൻ്റെ റോൾ സത്യമാഷായിരുന്നു ആദ്യം അഭിനയിക്കേണ്ടത്. സത്യമാഷ മരിച്ച ശേഷം ആ കഥ പിന്നെ നസീർ സാറിനെ കേൾപ്പിച്ച് നസീർ സാറിന് ആ കഥാപാത്രം ഇഷ്ടപ്പെട്ട്, ഒരു പരുക്കൻ കഥാപാത്രമാണ്. നസീർ സാറ് പിന്നീട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ക്രൂരമായ 2 കഥാപാത്രങ്ങൾ കിട്ടിയത്, ഒന്ന് അഴകുള്ള സെലീനി, ഒന്ന് രാജമല്ലി. രാജമല്ലി എന്ന് പറഞ്ഞതിന് മുമ്പ് ഒരു പടം ഉണ്ടായി നസീർ സാർ കുതിരപ്പുറത്തെല്ലാം പോകുന്ന ഫോട്ടോ. അതിൽ നസീർ സാർ ഇങ്ങനെ ആൻറ്റി ഹീറോ, നായകനും നസീർ സാറിന്, വില്ലനും നസീർ സാറിന് രാജമല്ലിയിൽ. അഴകുള്ള സെലി നല്ല നല്ല പാട്ടുള്ള പടം. നസീർ സാറിൻ്റെ ഒരു പാട്ടാണ് ഡാർലിങ് ഡാർലിങ് നീ ഒരു ഡാലിയായി, എന്നുള്ള പാട്ട്. പിന്നെ നസീർ സാറും വിൻസെൻ്റും ഒരുമിച്ച് രണ്ടാളെയും കാണിക്കും ഒരു പാട്ട് സീനിൽ, അതാണ് പുഷ്പഗന്ധി സ്വപ്നഗന്ധി പ്രകൃതി നീ പച്ചിലമേടയിൽ അന്തി ഉറങ്ങാന്നൊരു പാട്ട്. പിന്നെ വിൻസെൻ്റ് നല്ലൊരു പാട്ടുണ്ട്, മരാളികേ മരാളികേ മാനത്തെ മാലാക ഭൂമിയിൽ വളർത്തും മരാളികേ, മധുരത്തിൽ പൊതിഞ്ഞൊരു രഹസ്യം, ഒരു രഹസ്യം മരാളികേ, സ്വർണ്ണ നൂൽ വള വീശിപ്പിടിക്കുമേ, നല്ല പാട്ടാണ്. പിന്നെ പിക്നിക്കിൽ ഒരു ചെറിയ റോളുണ്ട് വിൻസെൻ്റ് നസീർ സാറിൻ്റെ കൂടെ. പിന്നെ വരദക്ഷിണയിൽ നല്ല റോളാണ് നസീർ സാറിൻ്റെ കൂടെ, നസീർ സാറിൻ്റെ അനിയനായിട്ട്. അത് ഇന്നത്തെ കാലത്ത് പിന്നീട് വന്ന വാത്സല്യം പോലത്തെ പടമാണ്. അനിയനും ചേട്ടന് വഴി നല്ല ഇതിലായിരുന്നു. പിന്നെ അനിയൻ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഭാര്യ മോശമായിപ്പോയി, അങ്ങനെ വീട്ടിലെല്ലാം കൂടി കാലാവും. നസീർ സാറിൻ്റെ നായിക അല്ല ജയഭാരതിയും വിൻസെൻറ്റിൻ്റെ നായിക സുമത്രി.
ഉത്സവ കൊടിയേറ്റ കേളി നിന്റെ ഉല്ലാസ ദേവാലയത്തിൽ നല്ല പാട്ട് ജയേന്ദ്രൻ ചേട്ടൻ്റെ. പിന്നെ വർണ്ണ പ്രദർശന ശാലയിൽ മോഹ പുഷ്പ പ്രദർശനശാലയിൽ ഒരു പൊൻതാമര ഇതളിൽ നിന്നാടുന്നു വരവർണ്ണിനി നിനക്കഭിവാദനം. ഒരു പാട്ട്. പിന്നെ വേറൊരു പാട്ട്, സ്വപ്നത്തിൽ ഒരു നിമിഷം വസന്തമെൻ കാമുകിയായി സുഖമെന്ന പൂവ് തന്നു ആരാവിൽ സ്വപ്നമെന്നരികിൽ വന്നു എന്നുള്ള പാട്ട്. പിന്നെ സ്നേഹത്തിൻ്റെ മുഖങ്ങളിൽ ഹരിഹരൻ്റെ പടമാണ്, സിർസാറിൻ്റെ കൂടെ വിൻസെൻ്റ് ഉണ്ട്. പിന്നെ ഇനിയും കാണാമെന്നുള്ള പടത്തിൽ സിർസാറിൻ്റെ കൂടെ നല്ല റോളിലാണ് വിൻസെൻ്റ്. പിന്നെ അനുഗ്രഹത്തിൽ അത് എന്താണ് ഇയാളെ ഒരു രാമവർമ്മ മലയാറ്റൂർ രാമവർമ്മ എന്നിട്ട് മേലാറ്റൂർ രാമവർമ്മൻ്റെ പാടം. അതിന് സിർസാറിൻ്റെ ഒരു പാട്ടാണ്, ലീല തിലകമണിഞ്ഞു വരുന്നൊരു ലാവണ്യവതി പ്രേമവതി എന്നുള്ള പാട്ട്. പിന്നെ കായംകുളം കൊച്ചിനുടെ മകൻ നസീർ സാറിനോട് വിൻസെൻ്റ് നല്ല റോളാണ്. ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര അതിന് നല്ല റോളാണ് വിൻസെൻ്റ്. പിന്നെ ഒരു പടം ഇത്തിക്കര പക്കിയിൽ നസീർ സാറിൻ്റെ കൂടെ ജംബുലികത്തിലുണ്ട്. പിന്നെ പൂന്തേൻ അരുവിയിലുണ്ട് നസീർ സാറിൻ്റെ കൂടെ നല്ല റോളിലാണ്. പിന്നെ അച്ചാണിയിൽ നസീർ സാറിൻ്റെ അനിയനായിട്ട്, അതും വാത്സല്യം പോലത്തെ പിന്നീട് വന്ന വാത്സല്യം പോലത്തെ എൻ്റെ കഥ തന്നെയാണ്. ചുമട് താങ്ങി എല്ലാത്തിലും ഒരേ ടൈപ്പ് കഥയാണ്. എല്ലാം നല്ല വിജയമാണ് പടങ്ങളെല്ലാം. നസീർ സാറിൻ്റെ ചുമട് താങ്ങിയും ഭയങ്കര വിജയമാണ്, അച്ചാണിയും ഭയങ്കര വിജയമാണ്, വരദീക്ഷണി ഇറ്റ് ഫിലിമാണ്. പിന്നീട് വന്നത് വാത്സല്യം അതുപോലത്തെ. പിന്നെ പത്മവ്യൂഹത്തിന് നസീർ സാറിൻ്റെ കൂടെ നല്ല റോളിലാണ്. അതിൽ വിൻസെൻറ്റിൻ്റെ ഒരു പാട്ടാണ്, പാലരുവിക്കരയിൽ നസീർ സാറിൻ്റെത്, കുയിലിൻ്റെ മണിനാദം കേട്ടു കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു എന്നുള്ള പാട്ട്. രണ്ടാൾ ഒരുമിച്ച് ഒരു പാട്ട് പാടുന്നത് നസീർ സാറിൻ്റെ വിജയശ്രീ ഡബിളാണ്. അപ്പോൾ നസീർ സാറിൻ്റെ കൂടെ പാടുന്നു, വിൻസെൻ്റിൻ്റെ കൂടെ പാടുന്നു. സിന്ദൂര കിരണമായി നിന്നെ തഴുകി ഞാൻ ഇന്ദു പുഷ്പമായി വിടർന്നു എന്നുള്ള പാട്ട്. അതിലേപോലത്തെ കോപ്പി അടിച്ചിട്ട് പിന്നീട് വീണ്ടും ചലിക്കുന്ന ചക്രത്തിൽ ഒരു പാട്ടുണ്ട്, ഓ ശാരികേ എന്നിട്ടൊരു പാട്ട്. അതിൽ ശങ്കറും മേനകൻ്റെ കൂടെ ശങ്കർ പാടുന്ന കാണിക്കും, പിന്നെ വേറൊരു ഭാഗം മമ്മൂട്ടി പാടുന്ന കാണിക്കും. അതതിനെ കോപ്പി അടിച്ചത് പത്മവ്യൂഹത്തിൻ്റെ അസിസ്റ്റൻ്റാണ് PG വിശ്വംഭരൻ. അത് പിന്നെ ആ സമയത്ത് തന്നെ അയാൾ കോപ്പി അടിച്ചിട്ട് പിന്നെ അയാൾ സംവിധാനം ചെയ്ത് പടത്തിൽ ആ രംഗം ഇട്ട് അങ്ങനെ. പിന്നെ നസീർ സാറും വിൻസെൻ്റ് അഭിനയിച്ച ഒരു പടമാണ് എൻ്റെ കഥ. നസീർ സാറിൻ്റെ കൂടെ വിൻസെൻ്റ് ഉണ്ട്, മമ്മൂട്ടി മോഹൻലാൽ രതീശലുണ്ട്, അതിൽ വിൻസെൻ്റും ഉണ്ട്. പിന്നെ ലേഡീസ് ഹോസ്റ്റൽ നസീർ സാറിൻ്റെ കൂടെ, പിന്നെ ഹരിഹരൻ്റെ പടം. അതിൽ നസീർ സാറിൻ്റെ ഒരു പാട്ടാണ്, ജീവിതേശ്വരിക്കേകുവാനായി പ്രേമലേഖനമെഴുതി രാഗപൂർണിമ മേഘപാളിയിൽ ഗാനമൊഴുകും രാവിൽ ഗാനമെഴുതും രാവിൽ. അതിൽ വിൻസെൻ്റ് സുജാതയും പാടുന്നൊരു പാട്ടുണ്ട്, ചിത്രവർണ്ണ കൊടികളുയർത്തി എന്നുള്ള പാട്ട്. ഇതൊക്കെ വിൻസെൻറ്റും പിന്നെ നസീർ സാറിൻ്റെ കൂടെ വിൻസെൻ്റ് അഭിനയിച്ച പടങ്ങളാണ്. നസീർ സാറും വിൻസെൻ്റ് ഒരുമിച്ച് അഭിനയിച്ച പടങ്ങൾ. ഇനിയും ഒരുപാട് പടങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ കണ്ട പടങ്ങളാണ്. ഇനിയിപ്പോൾ കാണാത്ത പടങ്ങൾ, ചില ഓർമ്മയില്ലാത്ത പടങ്ങളെല്ലാം ഉണ്ടാവും. സാറിൻ്റെ കൂടെ വിൻസെൻ്റ് ഒരുപാട് പടത്തിൽ അഭിനയിച്ചു. അതായത് സോമന സുകുമാരനും ജയൻ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചത് എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൂടുതൽ വിൻസെൻ്റ് നസീർ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ.